ഈ പ്രഹസനം വേറെ ഒന്നുമല്ല, ഗ്രൂമിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. സോ ബേസിക്കലി ദ ഗ്രൂം വിൽ കം. ഓക്കെ, അന്നേരം നമ്മൾ രാകേഷിന് ഫ്ലവർ കൊടുക്കണം അവള്, എന്നിട്ട് അങ്ങനെ ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് അഭിനയിച്ച് തല കറങ്ങി വീഴാറായി ഞാൻ. കാരണം അവള് സ്റ്റെപ്പുകൾ മുകളിൽ പോവും, താഴത്തേക്ക് ഇറങ്ങി വരും, ഇവിടെയിടയ്ക്ക് കാണില്ല. സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് ഇറക്കി ക്രിഞ്ച് ആയി തോന്നും, കാരണം എനിക്ക് എന്താ പറയേണ്ടതെന്ന് ആക്ച്വലി അറിയില്ല. സോറി. ഞാൻ ആളെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഞാൻ ഫോട്ടോസിൽ കണ്ടിട്ടേ ഉള്ളൂ, പക്ഷെ വൈഷ്ണവിയൊക്കെ കണ്ടിട്ടുണ്ട്. ആൻഡ് അങ്ങനെ the bride is going to meet the groom and finally the day before marriage. സോ നമ്മുടെ നാട്ടിലെ പോലെ നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എൻഗേജ്മെന്റ് ഉണ്ട് കേട്ടോ. ഓൾറെഡി റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞതാണ്. ബാലയ്ക്കാണെങ്കിൽ നാടൻ കൂണി, എനിക്കാണെങ്കിൽ ഇവിടെ കല്യാണം കഴിക്കാൻ പോകാന്നുള്ളൊരു സംഭവം എൻ്റെ തലയിലില്ല. എനിക്കിപ്പോഴും അവൾ ആ പണ്ടത്തെ ഒരു സംഭവമാണ്. നമ്മൾ പിന്നെ എൻ്റെ കുറേ തല്ലിപ്പൊളിത്തരങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ലാണ്ട് അവൾക്ക് ഈ വക പരിപാടിയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആകെ മൊത്തം ഒരു രസമുള്ള പരിപാടിയായിരുന്നു. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഒരാൾ ആദ്യം ഒരു സ്റ്റെപ്പ് വെക്കണം, പിന്നെ ഗ്രൂം ഒരു സ്റ്റെപ്പ് വെക്കണം, അങ്ങനെ സ്റ്റെപ്പ് വെച്ച് ആരാണ് ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുള്ള പരിപാടിയായിരുന്നു. ഒരുവിധ ആചാരങ്ങൾ. ഓക്കെ, അത് കഴിഞ്ഞ് ഫ്ലവറൊക്കെ കൊടുത്ത് അങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് ഇനി ഇതിന് ശേഷമാണ് എൻഗേജ്മെൻറ്റ് നടക്കുന്നത്. റിംഗ് എക്സ്ചേഞ്ച് അല്ല കേട്ടോ, എൻഗേജ്. എക്സൈറ്റഡ് ഫോർ ദ ക്യൂസീൻ ഹിയർ ആൻഡ് ദിസ് ഈസ് ജാഗരി വാട്ടർ, ശർക്കര വെള്ളം, പാനകം. And she is having more നമ്മുടെ നോർമൽ സാധനം. ഇതിനകത്ത് ഏലക്കൊക്കെ ഇട്ടുണ്ട്. അത് കഴിഞ്ഞ് ആഫ്റ്റർ സം ടൈം സംസ്കൃതി വന്നു. ആൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നത്. ആൻഡ് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഓക്കെ, ദിസ് ഇസ് ദ വെഡിങ് ഔട്ട്ഫിറ്റ്. ഐ ഹാവ് ജസ്റ്റ് കിട്ടിയതൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടല്ലോ. വെഡിങ് അല്ല, എൻഗേജ്മെന്റ്. ആക്ച്വലി നമ്മുടെ നാട്ടിലെ പോലെ എൻഗേജ്മെന്റ് ഭയങ്കര വ്യത്യാസമാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഔട്ട്ഫിറ്റൊക്കെ മാറി. ഇതിൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ ലിങ്ക് ഞാൻ പറ്റുകയാണെങ്കിൽ ഇടാം കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇടുന്ന വാങ്ങിയിട്ടുള്ള ഒരു ടോപ്പ്. കാരണം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. 3-4 ഔട്ട്ഫിറ്റൊന്നും എനിക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 1-2 വാങ്ങിയുള്ളൂ. ഞാൻ കല്യാണത്തിന് ശേഷം എക്സൈറ്റഡ് ആയിട്ടുണ്ട് അവിടുത്തെ ക്യൂസീൻ. പക്ഷേ ഒറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പണ്ടത്തെ പോലെ അത്രയധികം ഒന്നും കഴിക്കില്ല. പക്ഷേ എനിക്ക് ഇവിടുത്തെ കേർഡ് റൈസ്, സാമ്പാർ സാധനം, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലഞ്ച്, അതായത് നമ്മുടെ എൻഗേജ്മെൻറ്റിന് തൊട്ട് മുന്നത്തെ ദിവസം. ദിസ് ഈസ് വെൻ റിസപ്ഷൻ ഈസ് ഓൾസോ ഗോയിങ് ടു ഹാപ്പൻ. അത് വേറൊരു വ്ളോഗിലായിരിക്കും കേട്ടോ വരുന്നുണ്ടാവുക. അങ്ങനെ ടൊമാറ്റോ റൈസ് വന്നു, തൈര് സാദം വന്നു, അങ്ങനെ എല്ലാവരും വന്നു. ഇനി നാളെ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അവിടെയാണ് എൻഗേജ്മെൻറ്റും റിസപ്ഷനൊക്കെ ഉണ്ടാവുക. സോ സീ യു ലേറ്റർ.